മലബാർ തീരത്ത് ആദ്യത്തെ മൺസൂൺ കാറ്റുകൾ വീശിയടിച്ചപ്പോൾ സാഹസികതയുടെയും സ്വർണത്തിന്റെയും അപ്രതിരോധ്യമായ സുഗന്ധം വായുവിൽ പരന്നു. തുറമുഖത്തിനു മുകളിലുള്ള കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ നിന്ന് സാമൂതിരി മാണിവിക്രമൻ കഴുകിന്റെ കണ്ണുകളോടെ ചക്രവാളം നിരീക്ഷിച്ചു. ഉപ്പുകലർന്ന കാറ്റിൽ പട്ടുമുണ്ടുകൾ പറന്നു. താഴെ മഹത്തായ കോഴിക്കോട് തുറമുഖം, ലോകത്തിന് കാലിക്കറ്റ്, ഹൃദയമിടിപ്പ് പോലെ ജീവിതത്താൽ സ്പന്ദിച്ചു. രാജാവേ, വിശ്വസ്തമന്ത്രി കൃഷ്ണൻ നായർ വിളിച്ചു. അളന്ന തിടുക്കത്തോടെ മാർബിൾ പടികൾ കയറി. അറബ് ദൗകൾ കാണപ്പെട്ടിരിക്കുന്നു. 12 കപ്പലുകൾ ശക്തമായി ലുബാൻ, ഈത്തപ്പഴം എന്നിവ കൊണ്ട് ഭാരം നിറന്ന പൊട്ടലങ്ങൾ. പുലർച്ചയുടെ വെളിച്ചത്തിൽ സാമൂതിരിയുടെ കാലാവസ്ഥയേറ്റ കൈകൾ അലങ്കരിച്ച മേൽക്കൂരയിൽ മുറുകെ പിടിച്ചു. 53-ാം വയസ്സിൽ അദ്ദേഹം ഈ ജലാശയങ്ങളിൽ 20 വർഷമായി ഭരണം നടത്തി കോഴിക്കോടിനെ ഒരു ലളിതമായ മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരപാതകളിലെ രത്നമാക്കി മാറ്റി. എന്നിട്ടും ഇന്ന് വ്യത്യസ്തമായി തോന്നി. മാറ്റത്തിന്റെ വൈദ്യുതികത നിറഞ്ഞു. ചൈനക്കാരോ? അദ്ദേഹം ചോദിച്ചു. ചക്രവർത്തിമാരോടും വ്യാപാരികളോടും ഒരുപോലെ ചർച്ച നടത്തിയ അധികാരം കരുതിയ സ്വരത്തിൽ. അഡ്മിറൽ ഷെങ്ഹയുടെ നിധിക്കപ്പലുകൾ ബാഹ്യപ്പാറപ്പുറങ്ങൾക്കപ്പുറത്ത് നങ്കൂരമിട്ടിരിക്കുന്നു രാജാവേ. മിങ് ദൂതൻ ജേഡ് ഹാളിൽ നിങ്ങളുടെ സന്തോഷത്തിനായി കാത്തിരിക്കുന്നു. താഴെ വിശാലമായ തുറമുഖം നിയന്ത്രിത കുഴപ്പത്താൽ നിറഞ്ഞിരുന്നു. നൂറുകണക്കിന് തൊഴിലാളികൾ, വിയർപ്പുകൊണ്ട് തിളങ്ങുന്ന ഇരുണ്ട ചർമ്മം. അടുത്തിടെ എത്തിയ കപ്പലുകളിൽ നിന്ന് വിലയേറിയ ചരക്കുകൾ വലിച്ചിഴച്ചു. വായുവിൽ ഭാഷകളുടെ സിംഫണി മുഴങ്ങി. തേൻ പോലെ ഒഴുകുന്ന അറബിക്, കൂർത്തതും സംഗീതാത്മകവുമായ തമിഴ്, പട്ടുപോലെ മൃദുവായ മലയാളം, ചൈനീസ്, പേർഷ്യൻ, അകലെയുള്ള യൂറോപ്പിൽ പോലും വിദേശ ശബ്ദങ്ങൾ. കുരുമുളക്, ഏലം, കറുവ, ഗ്രാമ്പു എന്നിവ വായുവിനെ ഇത്രയധികം സുഗന്ധിച്ചു. സന്ദർശക വ്യാപാരികൾ പലപ്പോഴും മലബാറിന്റെ സമ്പത്ത് കരയിൽ കാലുവെക്കുന്നതിനു മുൻപേ രുചിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടു. പോർച്ചുഗീസുകാർ വീണ്ടും വാർത്തയച്ചിരിക്കുന്നു. കൃഷ്ണൻ നായർ തുടർന്നു. സ്വരം ശാന്തമായി. ഈ വാസ്കോഡഗാമ ഒരു സദസ്സിനായി അക്ഷമനാകുന്നു. മാണിവിക്രമന്റെ താടിയിൽ അദൃശ്യമായി മുറുകി. ഈ വിചിത്രമായ വിളറിയ തൊലിയുള്ള വിദേശികൾ അവരുടെ പ്രത്യേക കപ്പലുകളിലെത്തി കിഴക്കിന്റെ പ്രസിദ്ധമായ മസാലകൾ അന്വേഷിക്കുന്നുവെന്ന് അവരവകാശപ്പെട്ടതിനുശേഷം 3 മാസങ്ങൾ കടന്നുപോയി. നൂറ്റാണ്ടുകളായി ആദരവോടും മനസ്സിലാക്കലോടും ഇവിടെ വ്യാപാരം ചെയ്ത അറബികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പോർച്ചുഗീസുകാർ അവരുടെ പല്ലുകൾ ഒളരോചകമായ അഹങ്കാരത്തോടെ സ്വയം വഹിച്ചു. അവൻ കാത്തിരിക്കട്ടെ, സാമൂതിരി ശാന്തമായി മറുപടി പറഞ്ഞു. സാമൂതിരിയുടെ സ്വകാര്യ അറകളിൽ അർദ്ധരാത്രിയിൽ യുദ്ധസമിതി ചേർന്നു. കടൽ ചാട്ടുകളിലും വ്യാപാര പഞ്ചികകളിലും നീണ്ട നിഴലുകൾ വീഴ്ത്തുന്ന മിന്നുന്ന എണ്ണവിളക്കുകൾ കൊണ്ട് മാത്രം പ്രകാശിച്ചു. 100 സമുദ്രയുദ്ധങ്ങളുടെ വെറ്ററൻ അഡ്മിറൽ കോയക്കുറുപ്പ് അറേബ്യൻ കടലിന്റെ വിശദമായ മാപ്പിൽ തന്റെ കാലാവസ്ഥയേറ്റ കൈകൾ വിടർത്തി. രാജാവേ, അദ്ദേഹം ആരംഭിച്ചു. അലറുന്ന കാറ്റുകളിൽ പതിറ്റാണ്ടുകളായി ഉത്തരവുകൾ വിളിച്ചു പറഞ്ഞതിനാൽ അവന്റെ ശബ്ദം പരുക്കനാണ്. ഗോവയിൽ നിന്ന് ഞങ്ങളുടെ ചാരന്മാർ കുഴപ്പകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പോർച്ചുഗീസുകാർ കേവലം വ്യാപാരികളല്ല, അവർ നമ്മുടെ തീരത്ത് സ്ഥിര കോട്ടകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. സാമൂതിരി മാപ്പ് ശ്രദ്ധാപൂർവം പഠിച്ചു. തന്റെ വിരലുകൾ നൂറ്റാണ്ടുകളായി തന്റെ പൂർവികർ ഭരിച്ച പരിചിതമായ തീരപ്രദേശത്ത് കണ്ടെത്തി. അവരുടെ നാവിക ശക്തി എന്താണ്? ഭയാനകമാണ്, പക്ഷേ അപ്രതിരോധ്യമല്ല. കുറുപ്പ് മറുപടി പറഞ്ഞു. അവരുടെ കപ്പലുകൾ ആഴമുള്ള സമുദ്രയാത്രകൾക്കായി നിർമ്മിച്ചതാണ്. ഞങ്ങളുടെ തീരത്തിന്റെ ആഴം കുറഞ്ഞ വെള്ളത്തിനും മൺസൂൺ സീസണുകൾക്കുമല്ല. ഞങ്ങളുടെ യുദ്ധബോട്ടുകൾ ചെറുത്, വേഗത്തിൽ, ഈ വെള്ളത്തിനായി ഡിസൈൻ ചെയ്തത്. അടുത്ത പോരാട്ടത്തിൽ അവരെ കീഴടക്കാൻ കഴിയും. ധനമന്ത്രി തമ്പുരാൻ എണ്ണമറ്റ വ്യാപാര കരാറുകൾ നിറവേറ്റിയ മൂർച്ചയുള്ള മനസ്സുള്ള ഞാങ്ങണ നേർത്ത മനുഷ്യൻ പരിഭ്രാന്തനായി തൊണ്ട വൃത്തിയാക്കി. രാജാവേ, പരിവേഷം അവരെ എന്നേക്കുമായി അവസാനിപ്പിക്കും. പാലസ് ഗാർഡിന്റെ കമാൻഡർ ജനറൽ പാണിക്കർ എതിർത്തു. അവന്റെ പാടുകളുള്ള കൈകൾ രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ നടത്തിയ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈ വിദേശികൾ വ്യാപാരമല്ല, ആധിപത്യമാണ് അന്വേഷിക്കുന്നത്. ഞാൻ അവരുടെ ഇനം മുമ്പ് കണ്ടിട്ടുണ്ട്. അവർ വ്യാപാരികളായി എത്തുകയും ജേതാക്കളായി പോകുകയും ചെയ്യുന്നു. അർദ്ധരാത്രി കഴിഞ്ഞും ചർച്ച തുടർന്നു. പുറത്തുള്ള വേലിയേട്ടത്തെപ്പോലെ ശബ്ദങ്ങൾ ഉയർന്നും താഴ്ന്നും ചെയ്തു.
സാമൂതിരി ഓരോ ഉപദേശവും